നമ്മുടെ ഈ തിരക്കിട്ട ജീവിതമല്ലേ, എപ്പോഴൊരു ഓട്ടമാണ്. ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും നമ്മുടെ ശരീരത്തിന്റെ താളം അങ്ങ് തെറ്റിപ്പോകുന്നതായി തോന്നിയിട്ടുണ്ടോ? ആ ഒരു ബാലൻസ്, ആ ഒരു സന്തുലിതാവസ്ഥ, അത് തിരിച്ചു പിടിക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോ നമുക്ക് തുടങ്ങിയാലോ? ഒന്നാലോചിച്ചു നോക്കൂ. ജീവിതത്തിന്റെ ഈ തിരക്കുകൾക്കിടയില് നമ്മുടെ ശരീരം നമ്മളോട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മളത് കേൾക്കുന്നുണ്ടോ? ഒരു നിമിഷം നമുക്ക് നമ്മളോട് തന്നെ ഈ ചോദ്യം ചോദിക്കാമല്ലേ? കാരണം നമ്മുടെ ശരീരം എപ്പോഴും നമ്മളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ആ ശബ്ദം കേൾക്കാൻ നമ്മൾ തയ്യാറാവണമെന്നേയുള്ളൂ. ഇന്നത്തെ ഇന്ത്യൻ സ്ത്രീയുടെ ലോകം ശരിക്കും അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്, അല്ലേ? ഒരേ സമയം എത്രയെത്ര റോളുകളാണ് അവർ കൈകാര്യം ചെയ്യുന്നത് ഒരൊറ്റ ജീവിതത്തിൽ. നമുക്ക് ആ മനോഹരമായ യാത്രയെ ഒന്ന് അടുത്തറിഞ്ഞാലോ? അവരൊരു പ്രൊഫഷണലാണ്, ഒരു അമ്മയാണ്, എല്ലാരെയും സ്നേഹത്തോട് നോക്കുന്ന ഒരാളാണ്, ഒരു ലീഡറാണ്. ഓരോ സാഹചര്യത്തിനനുസരിച്ച് അവരങ്ങ് മാറും, സ്നേഹം കൊടുത്തുകൊണ്ടേയിരിക്കും, ഒരിക്കലും തളരാതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഈയൊരു ശക്തി, ഈയൊരു കരുത്ത്, അത് ഉള്ളിന്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. ഇത് കേൾക്കുന്ന ഓരോ സ്ത്രീക്കും സ്വന്തം ഉള്ളിലെ ആ ശക്തിയെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടാവും, അല്ലേ? പക്ഷേ ഈ വലിയ ശക്തിക്കും തിരക്കുകൾക്കുമിടയിൽ നമ്മുടെ ശരീരം ചിലപ്പോൾ വളരെ പതിയെ, സൗമ്യമായി ചില സൂചനകൾ തരാറുണ്ട്. ആ സിഗ്നലുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ചാലോ? ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിട്ടുമാറാത്തൊരു ക്ഷീണം, ഒരു കാരണവുമില്ലാതെ മൂഡ് മാറുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ സ്വാഭാവികമായ സൈക്കിൾസ് ഒന്ന് താളം തെറ്റുന്നതുപോലെ, മൊത്തത്തിലൊരു ബാലൻസ് ഇല്ലായ്മ. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പരിചിതമായി തോന്നുന്നുണ്ടോ? ഇതൊന്നും ശല്യങ്ങളല്ല കേട്ടോ, നമ്മുടെ ശരീരം നമ്മളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നതാണ്. ഇതൊരിക്കലും ഒരു വീക്ക്നെസ് അല്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. മറിച്ച് നമ്മുടെ ശരീരം അതിന്റെ ആ പഴയ താളം, ആ ഒരു സന്തുലിതാവസ്ഥ വീണ്ടെടുക്കാൻ വേണ്ടി നമ്മളോട് സ്നേഹത്തോടെ ചോദിക്കുന്നതാണ്, ഒന്ന് ശ്രദ്ധിക്കൂ എന്ന് പറയുന്നതാണ്. അപ്പോ പിന്നെ ഇതിനുള്ള ഉത്തരം കൂടുതൽ കഷ്ടപ്പെടുന്നതിലാണോ, അതോ നമ്മുടെ ശരീരത്തെ കൂടുതൽ ശ്രദ്ധയോടെ കേൾക്കുന്നതിലാണോ? എപ്പോഴും കൂടുതൽ പുഷ് ചെയ്യുന്നതിനു പകരം ഒന്ന് നിർത്തി ഉള്ളിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു കേട്ടാലോ? അപ്പോ ഈ കേൾവിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ അതിശയകരമായൊരു കഴിവുണ്ട്. നമ്മുടെ ശരീരത്തിന്റേതായൊരു ആന്തരിക വിവേകം. അതെന്താണെന്നും അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും നമുക്ക് നോക്കാം. ഇതിനെയാണ് നമ്മൾ ഇമ്മ്യൂൺ ഇന്റലിജൻസ് എന്ന് പറയുന്നത്, അതായത് പ്രതിരോധപരമായ വിവേകം. ഈ പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട, വളരെ സിമ്പിളാണ്. ഇതൊരു ആശയവിനിമയ ശൃംഖല പോലെയാണ്. നമ്മുടെ ശരീരത്തിനുള്ളിലെ കാര്യങ്ങൾ തിരിച്ചറിയാനും പ്രതികരിക്കാനും ഓർത്തുവെക്കാനും സഹായിക്കുന്ന ഒരു സിസ്റ്റം. അങ്ങനെ നമ്മുടെ സ്വാഭാവികമായ താളം നിലനിർത്താൻ സഹായിക്കുന്നു. അപ്പോ ഈ ഇമ്മ്യൂൺ ഇന്റലിജൻസ് എങ്ങനെയാ പ്രവർത്തിക്കുന്നതെന്നല്ലേ? 4 സ്റ്റെപ്പുകളുണ്ട്. 1 തിരിച്ചറിയുക, 2 പ്രതികരിക്കുക, 3 ഓർമ്മിക്കുക, 4 നിയന്ത്രിക്കുക. അതായത് ആദ്യം ഒരു പ്രശ്നത്തെ തിരിച്ചറിയും, പിന്നെ അതിനോട് ശരിയായ രീതിയിൽ പ്രതികരിക്കും, ഭാവിയിൽ അത് വീണ്ടും വരാതിരിക്കാൻ ഓർത്തുവെക്കും, അവസാനം ശരീരത്തിന്റെ ആ ബാലൻസ് തിരികെ കൊണ്ടുവരും. ശരിക്കും പറഞ്ഞാൽ എത്ര മനോഹരമായൊരു സിസ്റ്റമാണിത്, അല്ലേ? അപ്പൊ ഈ ഒരു വിവേകം എവിടെ നിന്നാണ് വരുന്നത്? അത് പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. പ്രധാനമായും 2 ഉറവിടങ്ങളിൽ നിന്ന്. 1 പശുവിന്റെ ആദ്യത്തെ പാൽ, അതായത് കൊളസ്ട്രം. ഇതൊരു വലിയ ലൈബ്രറി പോലെയാണ്, ഒരുപാട് അറിവുകൾ നൽകും. രണ്ടാമത്തത് കോഴിമുട്ടയുടെ മഞ്ഞക്കരു. അതൊരു സ്പെഷ്യലിസ്റ്റിനെ പോലെയാണ്, ഒരു പ്രത്യേക കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സഹായിക്കും. അപ്പോ ഈ വിശാലമായ അറിവും ആ സ്പെഷ്യലൈസ്ഡ് അറിവും ഒരുമിച്ച് ചേരുമ്പോഴോ അത് നമ്മുടെ ശരീരത്തിന് വളരെ മികച്ച ഒരു അടിത്തറ നൽകും, ഒരു ഇന്റലിജൻസ് സപ്പോർട്ട് എന്ന് തന്നെ പറയാം. ഈ ഒരു പ്രകൃതിദത്തമായ അറിവിനെ അടിസ്ഥാനമാക്കി നമ്മുടെ ശരീരത്തിലെ സന്തുലിതാവസ്ഥയ്ക്ക് ഒരു സ്മാർട്ട് സപ്പോർട്ട് നൽകാൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കു വേണ്ടി. ഫോൾ ലൈഫ് ട്രാൻസ്ഫർ ഫാക്ടർ ബെൽ വി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മനോഹരമായ ജീവിതമെന്നാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ഇതൊരു മരുന്നല്ല, മറിച്ചൊരു സ്ത്രീയുടെ സ്വാഭാവികമായ താളം നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ടാർഗറ്റഡ് ന്യൂട്രീഷണൽ സപ്പോർട്ടാണ്, ഒരു നല്ല സുഹൃത്തിനെ പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒന്ന്. അപ്പോ ഇതെങ്ങനെയാണ് അകത്തും പുറത്തും നമുക്കൊരു ബുദ്ധിപരമായ സപ്പോർട്ട് നൽകുന്നത്? ഇതിന്റെ പ്രധാന സവിശേഷത ട്രാൻസ്ഫർ ഫാക്ടറുകളും ചില പ്രത്യേക ബൊട്ടാനിക്കൽ സസ്യങ്ങളും ചേർന്നൊരു മിശ്രിതമാണെന്നുള്ളതാണ്. ഇതിന്റെ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ പ്രതിരോധ കോശങ്ങളെ പഠിപ്പിക്കുകയും ശരീരത്തിലെ സിസ്റ്റങ്ങളെ ഒരുമിച്ച് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഗുണമോ? നമ്മുടെ ഉള്ളിലൊരു നല്ല ബാലൻസ്, ഒരു നല്ല റെസിലിയൻസ്, അതായത് പ്രതിരോധശേഷി വളർത്താൻ ഇത് സഹായിക്കും. ട്രാൻസ്ഫർ ഫാക്ടറുകളുടെ ഗുണങ്ങൾ മാത്രമല്ല,
പ്രകൃതിയുടെ ഏറ്റവും ആദരണീയമായ ചില ഉറവിടങ്ങളിൽ നിന്നുള്ള സസ്യങ്ങളുടെ ഗുണങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പരമ്പരാഗത അറിവുകളുമായി ഇതിനൊരു ബന്ധമുണ്ട്. ഉദാഹരണത്തിന് ശതാവരി. സ്ത്രീകളുടെ ആരോഗ്യത്തിനും ഊർജ്ജസ്വലതയ്ക്കും ശതാവരി എത്ര നല്ലതാണെന്ന് നമ്മുടെ എല്ലാ മുത്തശ്ശിമാര് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെ കുഡ്സൂറൂട്ട്, അത് സ്വാഭാവികമായ ബാലൻസ് നിലനിർത്താൻ സഹായിക്കും. അങ്ങനെയുള്ള പ്രകൃതിദത്തമായ അറിവുകളാണ് ഇതിലുപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇത്തരം സപ്പോർട്ടുകൾ മാത്രം പോരാ. നല്ല ഫലം കിട്ടണമെങ്കിൽ അത് നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമാവണം, ശ്രദ്ധയുടെ ഒരു ദൈനംദിന ആചാരം പോലെ. ഏറ്റവും നല്ല ഫലങ്ങൾക്കായി ഈ കാര്യങ്ങൾ കൂടി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാം. നല്ല സമീകൃതമായ ആഹാരം, ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ, ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത്, പിന്നെ നന്നായി വിശ്രമിക്കുന്നതും. യഥാർത്ഥ ആരോഗ്യമെന്നത് നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ദിവസവും എടുക്കുന്ന ഇത്തരം ചെറിയ, സ്നേഹത്തോടെയുള്ള തീരുമാനങ്ങളുടെ ഒരു കൂട്ടമാണ്. അപ്പോ നിങ്ങളുടെ സ്വന്തം വെൽനസ് ജേണി, നിങ്ങളുടെ ആരോഗ്യയാത്ര, അവിടെ ഈ അറിവുകളൊക്കെ എങ്ങനെ ഒരു മുതൽക്കൂട്ടാക്കാമെന്ന് നോക്കാം. ഇത് നിങ്ങളെ ശാക്തീകരിക്കാനുള്ളതാണ്. ഒരു സ്ത്രീ സന്തുലിതയായിരിക്കുമ്പോൾ അവൾക്കു ചുറ്റുമുള്ളതെല്ലാം തഴച്ചു വളരുന്നു. ഈ വാക്കുകളിൽ എത്ര വലിയൊരു സത്യമാണുള്ളതല്ലേ? നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്കു വേണ്ടി മാത്രമല്ല, നിങ്ങളെ സ്നേഹിക്കുന്നവർക്കും നിങ്ങൾക്കു ചുറ്റുമുള്ള ലോകത്തിനും അതെത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് ഓർക്കുക. ഈ സംഭാഷണം നമുക്കിവിടെ നിർത്തേണ്ട. ഇത് തുടരാം. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു സൗജന്യ വെൽനസ് ബോധവൽക്കരണ സെഷനുണ്ട്. യാതൊരുവിധ സമ്മർദ്ദങ്ങളുമില്ലാതെ നിങ്ങൾക്കതിൽ പങ്കെടുക്കാം, ചോദ്യങ്ങൾ ചോദിക്കാം, കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ പങ്കുവച്ച ഈ വിവരങ്ങളെല്ലാം നിങ്ങളുടെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്നതിനെക്കുറിച്ചാണ്. ഇത് ഏതെങ്കിലും രോഗം നിർണയിക്കാനോ ചികിത്സിക്കാനോ ഭേദമാക്കാനോ അല്ലെങ്കിൽ തടയാനോ ഉദ്ദേശിച്ചുള്ളതല്ല എന്ന് ദയവായി ഓർക്കുക. നിങ്ങളുടെ ആരോഗ്യയാത്രയിൽ അറിവ് ഒരു വലിയ കൂട്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഇത്രയും നേരം ശ്രദ്ധയോടെ കേട്ടതിന് ഒരുപാട് നന്ദി. ഓർക്കുക, നിങ്ങളുടെ ആരോഗ്യം അതുതന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി.